الحمد لله الذي بنعمته تتم الصالحات وبمنه وكرمه تنزل الخيرات والبركات. نحمده سبحانه وتعالى ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي النبي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعاذني الله وإياكم من النار. ألا لا إيمان لمن لا أمانة له ولا دين لمن لا عهد له. عباد الله أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء. واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. ബഹുമാന്യരായ സത്യവിശ്വാസികളായ സഹോദരന്മാരെ, സഹോദരിമാരെ, സർവ്വലോക രക്ഷിതാവായ അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പരമാവധി പാലിച്ച് ജീവിക്കുന്നതിലൂടെ മാത്രമാണ് മനുഷ്യരായ നമുക്ക് നമ്മുടെ ഇഹപര ജീവിതങ്ങളിൽ യഥാർത്ഥത്തിലുള്ള വിജയവും സന്തോഷവും സൗഭാഗ്യങ്ങളുമൊക്കെ നേടിയെടുക്കാൻ കഴിയുക എന്ന് മനസ്സിലാക്കി അല്ലാഹുവിനെ അനുസരിച്ചും അവന് വിധേയപ്പെട്ടും അവന് ജീവിതം സമർപ്പിച്ചും തഖ്വയോടെ ജീവിക്കണമെന്ന് ആദ്യമായി വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. കാരുണ്യവാനായ നാഥൻ ജീവിതത്തിൽ തഖ്വ പുലർത്താനും അതുവഴി അവൻ വാഗ്ദാനം ചെയ്ത എല്ലാ അനുഗ്രഹങ്ങളും ദുനിയാവിലെ ജീവിതത്തിൽ അനുഭവിക്കാനും ആസ്വദിക്കാനും പരലോകത്ത് സ്വർഗം പ്രതിഫലമായി ഏറ്റുവാങ്ങാനും നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും ഭാര്യാസന്താനങ്ങളെയും ഗുരുനാഥന്മാരെയും നമുക്ക് പ്രിയപ്പെട്ട എല്ലാവരെയും പ്രത്യേകമായി തുണക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ജീവിതത്തിന്റെ വിവിധങ്ങളായ ആവശ്യവുമായി ബന്ധപ്പെട്ട് കാരുണ്യവാനായ നാഥനോട് നിരന്തരമായി നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രാർത്ഥനകളൊക്കെയും അല്ലാഹു ഖബൂൽ ചെയ്ത് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ഒരിക്കൽ ഗ്രാമീണനായ ഒരറബി ധൃതിയിൽ കടന്നു വരികയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹം യാ റസൂലല്ലാഹ് മതസ്സാഅ, അല്ലാഹുവിന്റെ റസൂലേ, എപ്പോഴാണ് അന്ത്യനാൾ സംഭവിക്കുക, എപ്പോഴാണ് ലോകാവസാനമുണ്ടാവുക എന്ന് ചോദിക്കുകയും ചെയ്തു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് തിരിച്ച് മാദാ അഅദത്ത ലഹ എന്ന് ചോദിക്കുകയാണ് ചെയ്തത്. അന്ത്യനാൾ എപ്പോൾ സംഭവിക്കും, ലോകാവസാനം എപ്പോഴുണ്ടാകും എന്നതൊക്കെ അവിടെ ഇരിക്കട്ടെ, നീ എന്താണ് അതിനുവേണ്ടി തയ്യാറാക്കി വെച്ചിട്ടുള്ളത്, ഒരുക്കി വെച്ചിട്ടുള്ളത് എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് തിരിച്ചു ചോദിച്ചത്. അപ്പോൾ അയാൾ പറഞ്ഞു, മാ അഅദത്തു ലഹാ കസീറൻ മിൻ സ്വലാത്തിൻ വലാ സിയാമിൻ. അല്ലാഹുവിന്റെ റസൂലേ, യഥാർത്ഥത്തിൽ അതിനുവേണ്ടി കാര്യമായ എന്തെങ്കിലും ഒരുക്കി വെച്ചതിന് ശേഷമല്ല ഞാൻ ഇങ്ങനെ ചോദിക്കുന്നത്. ഞാൻ അതിനുവേണ്ടി കാര്യമായി കരുതി വെച്ചിട്ടൊന്നുമില്ല. ധാരാളം നമസ്കാരങ്ങൾ, നോമ്പുകൾ, സൽക്കർമ്മങ്ങൾ, ഇതൊന്നും എനിക്ക് അവകാശപ്പെടാനില്ല. എല്ലാം കൊണ്ടും റെഡിയാണ് എന്ന് കരുതിയിട്ടല്ല ഞാൻ ഈ ചോദിച്ചിട്ടുള്ളത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, വലാകിന്നി ഉഹിബ്ബുല്ലാഹ വറസൂലഹു. പക്ഷേ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, ഞാൻ അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ റസൂലിനെയും അതിയായി സ്നേഹിക്കുന്നു, അതിയായി ഇഷ്ടപ്പെടുന്നു. അതല്ലാതെ ധാരാളം കർമ്മങ്ങളൊന്നും ചെയ്തതായി എനിക്ക് അവകാശവാദമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, ഫഅൻത മഅ മൻ അഹ്ബബ്ത, എങ്കിൽ നീ ഇഷ്ടപ്പെടുന്നവരോടൊപ്പമായിരിക്കും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു. അഥവാ അന്ത്യനാൾ എപ്പോൾ സംഭവിച്ചുകൊള്ളട്ടെ, ലോകം അവസാനിക്കുന്നത് എപ്പോഴാവട്ടെ, അതൊന്നും ഒരു പ്രശ്നമല്ല. ആ ലോകം അവസാനിച്ചതിന് ശേഷം, അന്ത്യനാൾ സംഭവിച്ചതിന് ശേഷം ഉള്ള ശാശ്വതമായ ജീവിതത്തിൽ നീ ഇഷ്ടപ്പെട്ടവരുടെ കൂടെയായിരിക്കും നീ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് സന്തോഷ വാർത്ത അറിയിച്ചു. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ആണ്. ഇതിങ്ങനെ റിപ്പോർട്ട് ചെയ്തതിന് ശേഷം അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുള്ളത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഗ്രാമീണനായ അറബിയോട് അന്തമൻ മഅമൻ അഹ്ബബ്ത, നീ ഇഷ്ടപ്പെട്ടവരോടൊപ്പമായിരിക്കും എന്ന് പറഞ്ഞു കേട്ട് ഞങ്ങൾ സന്തോഷിച്ച അത്ര അളവിൽ വേറൊരു കാര്യത്തിലും ഞങ്ങൾ സന്തോഷിച്ചിട്ടില്ല എന്ന് പറഞ്ഞതിന് ശേഷം അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതുകൊണ്ട് ഞാൻ അല്ലാഹുവിന്റെ റസൂലിനെ ഇഷ്ടപ്പെടുന്നു. എനിക്ക് അല്ലാഹുവിന്റെ റസൂലിനെ വലിയ ഇഷ്ടമാണ്. എനിക്ക് അബൂബക്കറിനെ ഇഷ്ടമാണ്. എനിക്ക് ഉമറിനെയും ഇഷ്ടമാണ്. അതുകൊണ്ട് അവരോടൊക്കെയുള്ള ഇഷ്ടത്തിന്റെ ഫലമായി, സ്നേഹത്തിന്റെ ഫലമായി, ഹുബ്ബിന്റെ ഫലമായി നാളെ അവരോടൊപ്പമായിരിക്കാൻ എനിക്ക് ഭാഗ്യമുണ്ടാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്, എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്നും അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. റബീഉൽ അവ്വൽ മാസത്തിലാണ് നമ്മൾ ഉള്ളത്. റബീഉൽ അവ്വൽ മാസം 12-ലാണ് നമ്മൾ ഉള്ളത്. റബീഉൽ അവ്വൽ മാസം 12-ന്റെ സവിശേഷതയുമായി ബന്ധപ്പെടുത്തി നബിദിനാഘോഷങ്ങൾ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് നമ്മൾ ഉള്ളത്. നബിദിനാഘോഷം ഈ സന്ദർഭത്തിൽ, ഈ ഒരു ദിവസത്തിൽ, ഈ ഒരു മാസത്തിൽ അങ്ങനെ ഒരു ആഘോഷം ഇസ്ലാം അനുവദിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന ചർച്ചയിലേക്കൊന്നും പോകാതെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം ചരിത്രത്തിൽ, റസൂലിന്റെ ചരിത്രത്തിൽ സവിശേഷമായ പ്രാധാന്യമുള്ള സന്ദർഭമാണ് റബീഉൽ അവ്വൽ മാസം എന്ന് പറയുന്നത്. അതേസമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള നമുക്കുള്ള ഇഷ്ടം, സ്നേഹം, നബിയിലുള്ള നമ്മുടെ വിശ്വാസം, നബിയോടുള്ള നമ്മുടെ ഇത്തിബാഅ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള നമുക്ക് ഉള്ള ആദരവ്, കടപ്പാട്, ബാധ്യത, ഇതൊന്നും
റബീഉൽ അവ്വൽ മാസവുമായി ബന്ധപ്പെട്ടതല്ല എന്ന അടിസ്ഥാനം നമ്മൾ മറന്നുപോകാൻ പാടില്ലാത്തതാണ്. പ്രവാചക സ്നേഹം, പ്രവാചകന്റെ മദ്ഹുകൾ, പ്രവാചകന്റെ പേരുള്ള സ്വലാത്ത് സലാമുകൾ, പ്രവാചകനെ പിൻപറ്റൽ, പ്രവാചകന്റെ ചര്യയെ പഠിക്കൽ, അത് മനസ്സിലാക്കൽ, അത് അനുധാവനം ചെയ്യൽ, പ്രവാചകനോടുള്ള നമ്മുടെ ആദരവ്, ബഹുമാനം, കടപ്പാട്, ബാധ്യതകൾ, ഇതൊന്നും റബീഉൽ അവ്വൽ മാസത്തിൽ പരിമിതമാക്കാൻ പറ്റുന്ന ഒന്നല്ല. അങ്ങനെ പരിമിതമാകുന്നുണ്ടെങ്കിൽ അത് കാപട്യം മാത്രമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യേണ്ടതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യോടുള്ള സ്നേഹം എന്ന് പറയുന്നത്, ഇഷ്ടം, ഹുബ്ബ് എന്ന് പറയുന്നത് ദീൻ ആവശ്യപ്പെടുന്ന കാര്യമാണ്. ദീൻ നമ്മളോട് ആവശ്യപ്പെടുന്ന, ആജ്ഞാപിക്കുന്ന, കൽപ്പിക്കുന്ന കാര്യമാണ്. റസൂലിനോട് എനിക്ക് ഇഷ്ടമില്ല എന്ന് വരാൻ പാടില്ല ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് റസൂലിനെ ഇഷ്ടപ്പെടുക എന്ന് പറയുന്നത് ദീനിൽ ഫർളാക്കപ്പെട്ട കാര്യമാണ്, നിർബന്ധമാക്കപ്പെട്ട കാര്യമാണ്. അതുണ്ടാവൽ നിർബന്ധമാണ്. അതുണ്ടായില്ലെങ്കിൽ വലിയ അപകടമാണ്. അതില്ല എങ്കിൽ നമ്മുടെ ഈമാൻ പൂർണ്ണമാവുകയില്ല എന്നതാണ്. റസൂലിനോട് ഒരിഷ്ടമുണ്ട് എന്ന് വന്നാൽ മാത്രം പോരാ എന്നതാണ് റസൂലിനോടുള്ള ഇഷ്ടത്തിന്റെ ഒരു ഗൗരവം എന്ന് പറയുന്നത്. റസൂലിനോട് എനിക്കിഷ്ടമുണ്ട് എന്ന് വന്നാൽ പോരാ. എന്ന് പറഞ്ഞാൽ ഞാൻ ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹുവിന്റെ റസൂലുമുണ്ട് എന്ന് വന്നാൽ പോരാ. മറിച്ച് എല്ലാറ്റിനും മുകളിൽ സ്വന്തത്തെക്കാൾ ഒരാൾക്ക് റസൂലിനോട് ഹൃദയത്തിൽ സ്നേഹമുണ്ടാകുമ്പോഴാണ്, ഇഷ്ടമുണ്ടാകുമ്പോഴാണ് ഈമാൻ പൂർണ്ണമാവുകയുള്ളൂ എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. വിശുദ്ധ ഖുർആനും അങ്ങനെ തന്നെയാണ് പഠിപ്പിച്ചിട്ടുള്ളത്. സൂറത്തു തൗബയിലെ വളരെ പ്രസിദ്ധമായ ഒരായത്തുണ്ട്. സൂറത്തു തൗബയിലെ 23-ാമത്തെ ഒരായത്ത്. ആ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുൽ ഇൻ കാന ആബാഉകും ഔ അബ്നാഉകും ഔ അശീറത്തുകും എന്ന് തുടങ്ങി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജനങ്ങൾക്കിടയിൽ ഉറക്കെ വിളിച്ചു പറയാൻ വേണ്ടി കൽപ്പിച്ച കാര്യമാണ്. പ്രവാചകരെ, താങ്കൾ അവരോട് പറയുക. എന്നിട്ട് അല്ലാഹു അത് ചെയ്തിട്ടുള്ളത് നിങ്ങളുടെ മാതാപിതാക്കന്മാർ, നിങ്ങളുടെ സന്താനങ്ങൾ, നിങ്ങളുടെ ഭാര്യമാർ, നിങ്ങളുടെ സമ്പത്ത്, നിങ്ങൾ കെട്ടിയുണ്ടാക്കിയ മേത്തരം ഭവനങ്ങൾ, വീടുകൾ, നിങ്ങൾ നഷ്ടം ഭയപ്പെടുന്ന നിങ്ങളുടെ കച്ചവടങ്ങൾ തുടങ്ങി ഒരു മനുഷ്യന് ഈ ഭൂമിയിൽ ഇഷ്ടം തോന്നാൻ സാധ്യതയുള്ള, വല്ലാത്ത ഇഷ്ടവും ഭ്രമവും തോന്നാൻ സാധ്യതയുള്ള സകലതിനെയും ഒരു ഭാഗത്ത് വെച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലിനെ കൊണ്ട് പ്രഖ്യാപിക്കുന്നത് ഇതൊക്കെയാണ്. സാധാരണഗതിയിൽ ഏതൊരു മനുഷ്യനും ഇഷ്ടവും സ്നേഹവും തോന്നുന്ന ഈ കാര്യങ്ങളൊക്കെയാണ് അഹബ്ബ ഇലൈക്കും, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെങ്കിൽ മിനല്ലാഹി വ റസൂലിഹി, അല്ലാഹുവിനെക്കാളും അല്ലാഹുവിന്റെ റസൂലിനെക്കാളും നിങ്ങൾക്ക് ഇഷ്ടം തോന്നുന്നത് ഇവയിൽ ഏതെങ്കിലും ഒന്നിനോടാണെങ്കിൽ, അല്ലെങ്കിൽ ഇവയോടൊക്കെയുമാണെങ്കിൽ ഫതറബ്ബസു ഹത്താ യഅതിയല്ലാഹു ബിഅംരിഹി, എങ്കിൽ നിങ്ങൾ കാത്തിരുന്നു കൊള്ളുക അല്ലാഹു അവന്റെ കൽപ്പനയുമായി. നിങ്ങൾക്കെതിരായ അല്ലാഹുവിന്റെ ഓർഡർ വന്നു ചേരുന്നത് വരെ, അതിനിരയാകുന്നത് വരെ നിങ്ങൾ കാത്തിരുന്നു കൊള്ളുക എന്ന് താക്കീത് നൽകുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ ചെയ്യുന്നത്. നമുക്കിഷ്ടം തോന്നാൻ സാധ്യതയുള്ള സകലതിനേക്കാളും മുകളിൽ അല്ലാഹുവിനെ സ്നേഹിക്കാൻ കഴിയുക, റസൂലിനെ സ്നേഹിക്കാൻ കഴിയുക എന്നത് ഈമാനിന്റെ അനിവാര്യ താല്പര്യമാണ്. നിങ്ങൾക്ക് നിങ്ങളെക്കാൾ, നിങ്ങളുടെ മാതാപിതാക്കളെക്കാൾ, സന്താനങ്ങളെക്കാൾ, ലോകത്തുള്ള സകല മനുഷ്യരെക്കാളും ഞാൻ പ്രിയങ്കരനാകുന്നത് വരെ നിങ്ങൾ മുഅ്മിനുകളാവുകയില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ചതും നമുക്ക് വളരെ നന്നായി അറിയുന്ന കാര്യമാണ്. അപ്പോ ഹുബ്ബുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്നത് ദീനിൽ ഫർളാക്കപ്പെട്ട, വാജിബാക്കപ്പെട്ട കാര്യമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അപ്പൊ നമുക്ക് ഹുബ്ബുർ റസൂൽ ഉണ്ടായേ പറ്റൂ. പക്ഷേ ആ ഹുബ്ബുർ റസൂലിന് പരിധികളില്ല എന്ന് പറഞ്ഞാൽ അതിന് സമയപരിധിയോ കാലപരിധിയോ ഇല്ല. ഏതെങ്കിലും പ്രത്യേകമായൊരു സന്ദർഭത്തിൽ ഉണ്ടാകേണ്ടുന്ന ഒരു കാര്യമല്ല അത്. ഒരാൾ വിശ്വാസിയായിരിക്കുന്നിടത്തോളം കാലം, ഒരാൾ വിശ്വാസിയായിരിക്കുക, മുസ്ലിം ആയിരിക്കുക എന്ന് പറഞ്ഞാൽ അയാൾ അടിസ്ഥാനപരമായി ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ വേറൊരു ഇലാഹില്ല എന്ന തൗഹീദ് അംഗീകരിക്കുന്നു എന്നതാണ് ഒരാൾ മുസ്ലിം ആകുന്നതിന്റെ
ഈമാനിന്റെ ആദ്യത്തെ മാനദണ്ഡം. അതിനോട് ചേർത്ത് മുഹമ്മദുൻ റസൂലുള്ളാഹ്, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലാകുന്നു എന്നും അടിസ്ഥാനപരമായി അംഗീകരിക്കുമ്പോൾ മാത്രമാണ്, അത് മനസ്സുകൊണ്ട് ബോധ്യപ്പെട്ട് നാവുകൊണ്ട് പ്രഖ്യാപിക്കുമ്പോൾ മാത്രമാണ് ഒരാൾ മുസ്ലിം ആവുകയുള്ളൂ എന്നത് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് ഒരാൾ മുഅ്മിനാകുന്നതിന്റെ, മുസ്ലിം ആകുന്നതിന്റെ അടിസ്ഥാനമാണ് റസൂലിനോടുള്ള നമ്മുടെ ബാധ്യതയും കടപ്പാടും ബന്ധവും എന്ന് പറയുന്നത്. ആ ബന്ധത്തിൽ റസൂലിനോടുണ്ടാകേണ്ടുന്ന ആദരവും ബഹുമാനവും സ്നേഹബന്ധവും എന്ന് പറയുന്നത് വളരെ അനിവാര്യമായ കാര്യമാണ്. നമ്മൾ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ കൂടെ ഉച്ചരിക്കുന്ന നമ്മുടെ ആയുസ്സിലെ മുഴുനീളവും നമുക്ക് റസൂലിനോടുണ്ടാകേണ്ടുന്ന വികാരമാണ് ഹുബ്ബ്, അല്ലെങ്കിൽ റസൂലിനോടുള്ള സ്നേഹം, ഇഷ്ടം എന്നൊക്കെ പറയുന്നത്. പക്ഷേ സ്നേഹം, ഇഷ്ടം എന്നൊക്കെ പറയുന്നത് നമുക്കൊക്കെ അറിയാവുന്നതുപോലെ അത് മനുഷ്യന്റെ ഹൃദയത്തിനകത്തുണ്ടാകുന്ന ഒരു വികാരമാണ്. അത് പുറമേക്ക് പ്രകടമാകുന്നതല്ല യഥാർത്ഥത്തിൽ. യഥാർത്ഥത്തിൽ സ്നേഹം എന്ന് പറയുന്നത് ഖൽബിന്റെ വികാരമാണ്, ഹൃദയത്തിന്റെ വികാരമാണ്. ഹൃദയത്തിൽ അതുണ്ടോ എന്നതാണ് പ്രധാനമായിട്ടും ഉള്ള കാര്യം. ഹൃദയത്തിൽ അതുണ്ടെങ്കിൽ അതിന്റെ അടയാളങ്ങൾ പുറമേക്ക് പ്രകടമാകും എന്നതാണ്. പ്രവാചകനോടുള്ള സ്നേഹത്തിന്റെ അടയാളങ്ങൾ പ്രകടമാകേണ്ടത് ഏതെങ്കിലും ഒരു പ്രത്യേക കാലത്തല്ല, ഒരു പ്രത്യേക ദിവസത്തിലോ ഒരു പ്രത്യേക മാസത്തിലോ അല്ല, ജീവിതത്തിലുടനീളമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന യാഥാർത്ഥ്യമാണ്. അപ്പൊ ആ ഹുബ്ബിന്റെ, അപ്പൊ അത് ഹൃദയത്തിലുള്ള ഒരു കാര്യമായതുകൊണ്ട് നമുക്ക് പുറത്ത് ഒരാളെ അത് പുറത്ത് കാണിക്കാനോ അല്ലെങ്കിൽ ബോധ്യപ്പെടുത്താനോ അത് അളന്നു നോക്കാനോ ഒന്നും കഴിയില്ല. പക്ഷേ ആ ഹുബ്ബ് നമ്മുടെ ജീവിതത്തിലെ നിലപാടുകളിലൂടെ, നമ്മുടെ കർമ്മങ്ങളിലൂടെ, നമ്മുടെ പെരുമാറ്റങ്ങളിലൂടെ ഒക്കെ ആണ് അത് പുറത്തേക്ക് പ്രകടമാവുക എന്ന് പറഞ്ഞാൽ ഹുബ്ബിന്റെ അടയാളങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ആ അടയാളങ്ങൾ ശ്രദ്ധിക്കുക, ജീവിതത്തിലുടനീളം ആ അടയാളങ്ങളെ കാത്തു സൂക്ഷിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ അടയാളങ്ങൾ എന്ന് പറയുന്ന ആ അടയാളങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സർവാംഗീകൃതമായ കാര്യമാണ്. ഹുബ്ബിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളം എന്ന് പറയുന്നത് മഹ്ബൂബിന് ചെവി കൊടുക്കുക എന്നതാണ്, മഹ്ബൂബിനെ അനുധാവനം ചെയ്യുക എന്നതാണ്, മഹ്ബൂബിനെ അനുസരിക്കുക എന്ന് പറയുന്നതാണ്. അല്ലാത്ത ഒരു സ്നേഹത്തെക്കുറിച്ചുള്ള അവകാശവാദം വ്യർത്ഥമാണ് എന്ന കാര്യത്തിൽ നമുക്കാർക്കും സംശയമില്ല. എനിക്കെന്റെ ഉമ്മാനെ ഭയങ്കര ഇഷ്ടമാണ്, എനിക്കെന്റെ വാപ്പാനോട് ഭയങ്കര സ്നേഹമാണ്. പക്ഷെ ഉമ്മയും വാപ്പയും പറഞ്ഞത് ജമ്മത്ത് കേൾക്കൂല ഞാൻ, ജമ്മത്ത് അനുസരിക്കൂല ഞാൻ. അങ്ങനെ ഒരു സ്നേഹമില്ല. ആ സ്നേഹം പൊളിവാക്കാണ്, അത് വ്യാജ അവകാശവാദമാണ് എന്ന കാര്യത്തിൽ നമുക്കൊരു സംശയവുമില്ല. അതുകൊണ്ട് റസൂല് സാധാരണഗതിയിൽ നമുക്ക് പ്രിയപ്പെട്ട ഒരാളോട്, അയാളുടെ കാലശേഷം പ്രത്യേകിച്ചും, അയാൾ നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയതിനു ശേഷം പ്രത്യേകിച്ചും നമുക്ക് അയാളോടുണ്ടാകുന്ന ഹുബ്ബ്, സ്നേഹം എന്ന് പറയുന്നത് അയാൾ എന്താണോ നമുക്കായി ബാക്കി വെച്ചു പോയത്, ആ ബാക്കി വെച്ചു പോയതിനോടുള്ള നമ്മുടെ നിലപാടാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ വഫാത്താകുന്നതിന് മുമ്പ് മുസ്ലിം ഉമ്മത്തിനോട് അങ്ങനെ ഒരു വർത്തമാനം പറഞ്ഞിട്ടുണ്ട്. തറക്തു ഫീക്കും അംറൈൻ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളിൽ വിട്ടേച്ചു പോകുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി വിട്ടേച്ചു പോകുന്നത് ലൻ തദില്ലൂ മാ തമസ്സക്തും ബിഹിമാ, ആ രണ്ട് കാര്യങ്ങളെ നിങ്ങൾ മുറുകെ പിടിക്കുന്ന കാലത്തോളം നിങ്ങൾ ഒരിക്കലും വഴികേടിലകപ്പെടുകയില്ല, വഴിതെറ്റിപ്പോവുകയില്ല എന്നും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. എന്നിട്ട് റസൂൽ അത് പറഞ്ഞത് കിതാബല്ലാഹി വസുന്നതി, ഞാൻ നിങ്ങൾക്ക് വേണ്ടി വളരെ പിരിശത്തോടെ, വളരെ താല്പര്യത്തോടുകൂടി എന്റെ ഒരു അനന്തരാവകാശ സ്വത്ത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ വിട്ടേച്ചു പോകുന്നു എന്ന നിലയ്ക്ക് ഞാൻ കാണുന്ന പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ, അത് അള്ളാഹുവിന്റെ കിതാബായ ഖുർആനും എന്റെ സുന്നത്തുമാകുന്നു. അത് രണ്ടിനെയും നിങ്ങൾ മുറുകെ പിടിക്കുന്ന കാലത്തോളം നിങ്ങൾ വഴിതെറ്റുകയില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ വഫാത്തിനോടനുബന്ധിച്ച്, വഫാത്തിന്റെ തൊട്ടു മുമ്പായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് വസിയ്യത്ത് ചെയ്തിട്ടുള്ള കാര്യമാണ് എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് ഖുർആനിനെയും സുന്നത്തിനെയും പഠിക്കാതെയും
അതിൽ പറഞ്ഞ അധ്യാപനങ്ങളെ മനസ്സിലാക്കാതെയും അതിൽ വിശ്വസിക്കാതെയും അതിനോട് ഹുബ്ബില്ലാതെയും അതിനോട് ആദരവും ബഹുമാനവുമില്ലാതെയും അതിനെ ജീവിതത്തിൽ പകർത്താതെയും അതനുസരിച്ച് അമലുകൾ ചെയ്യാതെയും റസൂലിനോടുള്ള ഒരു നല്ല ബന്ധവും ഒരു സ്നേഹബന്ധവും നമുക്ക് അവകാശപ്പെടാൻ കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ ഒരാൾ ഒരിക്കൽ വന്നിട്ട് റസൂലിനോടുള്ള ഹുബ്ബിനെ കുറിച്ച് ധാരാളമായിട്ട് അയാൾ റസൂലിന്റെ മുമ്പിൽ സംസാരിച്ചു. അയാൾ വന്നിട്ട് റസൂലിനോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, വല്ലാഹി ഇന്നി ഉഹിബ്ബുക, അല്ലാഹുവാണ് സത്യം, ഞാൻ അങ്ങയെ ഇഷ്ടപ്പെടുന്നു എന്ന് മാത്രമല്ല അദ്ദേഹം ധാരാളം ആ ഹുബ്ബിനെ കുറിച്ച് റസൂലിനോടുള്ള ഇഷ്ടത്തെ കുറിച്ച് സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞു, വല്ലാഹി ഇന്നക ലഅഹബ്ബു ഇലയ്യ മിൻ നഫ്സി, റസൂലേ, താങ്കൾ എനിക്ക് എന്നെക്കാൾ ഇഷ്ടമുള്ള ആളാണ്, എനിക്ക് എന്നെക്കാൾ ഇഷ്ടം അങ്ങയോടാണ്. വഅഹബ്ബു ഇലയ്യ മിൻ അഹ്ലി, എന്റെ ഭാര്യയേക്കാൾ എനിക്കിഷ്ടം അങ്ങയോടാണ്. വഅഹബ്ബു ഇലയ്യ മിൻ വലദി, എന്റെ സന്താനങ്ങളെക്കാൾ എന്റെ മക്കളെക്കാൾ എനിക്കിഷ്ടം അങ്ങയോടാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ അള്ളാഹുവിന്റെ റസൂലെ, ഞാൻ റസൂലിന്റെ സന്നിധിയിൽ ഇങ്ങനെ റസൂലിന്റെ കൂടെ ഇങ്ങനെ സഹവസിച്ച് ഒരു ദിവസത്തിൽ ഇങ്ങനെ കഴിയുന്നതിനിടക്ക് ആവശ്യം വരുമ്പോ ഞാൻ വീട്ടിലേക്ക് പോകും. അങ്ങനെ ഞാൻ വീട്ടിലേക്ക് പോയി വീട്ടുകാര്യങ്ങളിൽ ഏർപ്പെടുന്നതിനിടക്ക് എനിക്ക് റസൂലിനെ കുറിച്ച് ഓർമ്മ വരും. അങ്ങനെ റസൂലിനെ കുറിച്ച് ഓർമ്മ വന്നാൽ എനിക്ക് റസൂലിനെ കാണാൻ കൊതിയാകും, അങ്ങേയറ്റത്തെ കൊതിയുണ്ടാകും. പിന്നെ റസൂലിനെ വന്ന് കാണാതെ എനിക്ക് സഹിച്ചിരിക്കാൻ കഴിയില്ല. അപ്പൊ ഞാൻ വേഗം വീട്ടിൽ നിന്ന് തിരിച്ചു വന്ന് റസൂലിന്റെ അടുത്ത് വന്ന് റസൂലിനെ മുഖതാവിൽ കണ്ട് റസൂലിനോടൊപ്പം സംസാരിച്ച് കുറച്ചു നേരമൊക്കെ സഹവസിച്ചാലേ എന്റെ ആ താല്പര്യം, എന്റെ ആ ഇഷ്ടം അടങ്ങുകയുള്ളൂ, എന്റെ ആ അസ്വസ്ഥത മാറുകയുള്ളൂ. അങ്ങനെയാണ് എന്റെ കാര്യം. അങ്ങനെ ഇരിക്കെ ഞാൻ അള്ളാഹുവിന്റെ റസൂലെ, ഞാൻ എന്റെ മരണത്തെക്കുറിച്ച് ഓർത്തുപോയി. ഞാനും മരിക്കും, അങ്ങും മരിക്കും. അതാലോചിച്ചപ്പോൾ എനിക്ക് പേടിയായി. അങ്ങ് മരിച്ചാൽ സ്വർഗത്തിൽ ഉന്നതമായ പദവികളിലേക്ക് അങ്ങ് ഉയർത്തപ്പെടും. ഞാൻ സ്വർഗത്തിൽ പ്രവേശിച്ചാലും സ്വർഗത്തിന്റെ താഴെ തട്ടുകളിൽ എവിടെയെങ്കിലുമൊക്കെയാണ് ഞാൻ ഉണ്ടാവുക. അങ്ങനെ ഞാൻ ആലോചിച്ചപ്പോ അവിടെ വെച്ച് റസൂലിനെ കാണാൻ അവസരമുണ്ടാവുകയില്ലെങ്കിലോ ഉണ്ടായില്ലെങ്കിലോ എന്ന ആലോചന എന്നെ വല്ലാതെ ഭയപ്പെടുത്തുന്നു. റസൂലെ, എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല. നാളെ സ്വർഗത്തിൽ റസൂലിനോടൊപ്പമല്ലാതെ ഒരു സ്വർഗം എനിക്ക് സങ്കല്പിക്കാൻ കഴിയുന്നില്ല. റസൂലിനെ പിരിഞ്ഞിരിക്കുന്ന ഒരു സ്വർഗം എനിക്ക് ആലോചിക്കാൻ പറ്റുന്നില്ല. അത് ആലോചിക്കുമ്പോൾ എനിക്ക് പേടി തോന്നുന്നു, എനിക്ക് സങ്കടം തോന്നുന്നു, എനിക്ക് അസ്വസ്ഥത പടരുന്നു എന്ന് അയാൾ പറഞ്ഞു. ഇങ്ങനെ ധാരാളമായി ദീർഘനേരം അള്ളാഹുവിന്റെ റസൂലിനോട്, അള്ളാഹുവിന്റെ റസൂലെ, എനിക്കങ്ങയെ അത്രയധികം ഇഷ്ടമാണ് എന്ന് പറഞ്ഞിട്ടും അള്ളാന്റെ റസൂല് അയാളോട് തിരിച്ച് ഒരക്ഷരം മിണ്ടിയില്ല. റസൂൽ ഒന്നും പറഞ്ഞില്ല അയാളോട്. മറിച്ച് മിണ്ടിയതും പ്രതികരിച്ചതും സാക്ഷാൽ അള്ളാഹുവാണ്. അള്ളാഹു ആ സന്ദർഭത്തിലേക്ക് വിശുദ്ധ ഖുർആനിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ആയത്ത് അവതരിപ്പിച്ചു. ആ ആയത്ത് ഇങ്ങനെയാണ്: ومن يطع الله والرسول فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا. ആരെങ്കിലും അള്ളാഹുവിനെയും അള്ളാന്റെ റസൂലിനെയും അനുസരിച്ചാൽ അവർ അള്ളാഹു അനുഗ്രഹിച്ചവരുടെ കൂടെയായിരിക്കും. അള്ളാഹു അനുഗ്രഹിച്ചവർ എന്ന് പറഞ്ഞാൽ അംബിയാക്കൾ, സിദ്ദീഖീങ്ങൾ, ശുഹദാക്കൾ, സ്വാലിഹീങ്ങൾ തുടങ്ങി അള്ളാഹു അനുഗ്രഹിച്ചവരുടെ കൂടെയായി അവരുണ്ടാവുക. വഹസുന ഉലൈക റഫീഖ, അതാണ് ഏറ്റവും മനോഹരമായ സൗഹൃദവും ഏറ്റവും മനോഹരമായ കൂട്ടുകെട്ടും അതാണ് എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ഈ ആയത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഈ ആയത്തും ആ ആയത്തിന്റെ അവതരണ പശ്ചാത്തലവും വെച്ച് നമ്മൾ വായിച്ചാൽ, ഒരാൾ റസൂലിന്റെ മുമ്പിൽ വന്ന് അവകാശവാദം ഉന്നയിച്ചത് മുഴുവൻ, അയാൾ സംസാരിച്ചത് മുഴുവൻ, അല്ലാഹുവിന്റെ റസൂലെ, എനിക്ക് അങ്ങേയറ്റം ഇഷ്ടമാണ് എന്നാണ് അയാൾ പറഞ്ഞത്. അപ്പൊ അങ്ങനെ റസൂലിനോടുള്ള ഇഷ്ടം പ്രകടിപ്പിച്ച ഒരാൾക്ക് മറുപടിയായി അള്ളാഹു ഒരു ആയത്ത് അവതരിപ്പിക്കുമ്പോ, അള്ളാഹുവിനെയും അള്ളാന്റെ റസൂലിനെയും ആരെങ്കിലും ഇഷ്ടപ്പെട്ടാൽ അവർക്ക് ഇങ്ങനെ ഇങ്ങനെ അനുഗ്രഹങ്ങളുണ്ട് എന്ന് പറയുന്നതിന് പകരം അള്ളാഹ് പറഞ്ഞത് വമൻ യുതിഇല്ലാഹ വർ റസൂൽ,
സ്നേഹം ഇങ്ങനെ അവകാശപ്പെട്ടതുകൊണ്ട് കാര്യമില്ല. നിങ്ങൾക്ക് സ്നേഹമുണ്ടെങ്കിൽ ആ സ്നേഹം അള്ളാഹിനോടുള്ള സ്നേഹം അള്ളാഹിനോടും റസൂലിനോടുമുള്ള അനുസരണമായി മാറും. അങ്ങനെ ഇഷ്ടമുള്ളവർ, റസൂലിനെ ഇഷ്ടമുള്ളവർ, അള്ളാഹുവിനെ ഇഷ്ടമുള്ളവർ, ആ ഇഷ്ടം അള്ളാഹുവിനോടും റസൂലിനോടുമുള്ള അനുസരണമായും ഇത്തിബാആയും പിൻപറ്റലായും അത് ജീവിതത്തിൽ പ്രകടിപ്പിച്ചാൽ, കർമ്മം കൊണ്ട് അത് പ്രദർശിപ്പിച്ചാൽ, അത് പ്രകടിപ്പിച്ചാൽ അവർക്ക് വലിയ പ്രതിഫലമുണ്ട് എന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്നേഹം അവകാശപ്പെട്ടിട്ട് കാര്യമില്ല. ആ സ്നേഹത്തിന്റെ അനിവാര്യ താല്പര്യമായ അള്ളാഹിനെയും റസൂലിനെയും അനുസരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആനിനെയും തിരുസുന്നത്തിനെയും പഠിക്കുകയും മനസ്സിലാക്കുകയും അതിലുള്ളതിനെ പിൻപറ്റി ജീവിക്കാൻ തീരുമാനിക്കുകയും ചെയ്താലല്ലാതെ ഒരു മുസ്ലിമിനും അവന്റെ അള്ളാഹിനോടുള്ള റസൂലിനോടുള്ള സ്നേഹം തെളിയിക്കാൻ കഴിയില്ല. ഒരു മദ്ഹ് ഗാനം കൊണ്ടും ഒരു ചീരണി വിതരണം കൊണ്ടും ഒരു തരത്തിലുള്ള റാലികൾ കൊണ്ടും പ്രകടിപ്പിക്കാവുന്നതും സ്ഥാപിച്ചെടുക്കാവുന്നതും തെളിയിക്കാവുന്നതുമല്ല അള്ളാഹിനോടും അള്ളാഹിന്റെ റസൂലിനോടുമുള്ള സ്നേഹമെന്നത്. വിശുദ്ധ ഖുർആനും സുന്നത്തും അടിക്കടി ആവർത്തിച്ചാവർത്തിച്ച് നമ്മെ ബോധ്യപ്പെടുത്തുന്ന കാര്യമാണ്. സ്നേഹമാണോ ആ സ്നേഹത്തിന്റെ അടയാളം? അനുസരണമാണ്, അനുധാവനമാണ്, പിൻപറ്റലാണ്, ഇത്തിബാഅ്. അതിന് സന്നദ്ധമാവണം. അതിന് സന്നദ്ധമായാൽ എന്തൊക്കെയാണ് പിൻപറ്റേണ്ടത്, എന്തിലൊക്കെയാണ് അനുസരിക്കേണ്ടത് എന്ന് അറിയണം. ആ അറിവ് പഠനത്തിലൂടെ മാത്രം ലഭിക്കുന്നതാണ്. ആ പഠനം വിശുദ്ധ ഖുർആനെയും സുന്നത്തിനെയും പഠിക്കണം. അതുകൊണ്ട് മുസ്ലിം സമൂഹം, മുസ്ലിം സമുദായം പ്രവാചകനോടുള്ള സ്നേഹം തികട്ടി വരുന്ന, അത് വലിയ അളവിൽ ചർച്ചയാകുന്ന, ഓർമ്മയിൽ വരുന്ന ഒരു സന്ദർഭത്തിൽ മുസ്ലിം സമുദായം സന്നദ്ധമാവേണ്ടത് വിശുദ്ധ ഖുർആനെയും തിരുസുന്നത്തിനെയും പഠിക്കാനും പഠിപ്പിക്കാനും അതിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അള്ളാഹു നമുക്ക് നൽകിയ ഒരു ജീവിത മാർഗത്തെ പിൻപറ്റാനുമാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അതല്ലാത്ത, അല്ലെങ്കിൽ അതില്ലാത്ത എല്ലാ സ്നേഹപ്രകടനങ്ങൾ അല്ലാത്ത സ്നേഹപ്രകടനങ്ങളെല്ലാം തെറ്റാണ് എന്നല്ല പറയുന്നത്. ആ സ്നേഹപ്രകടനങ്ങളൊക്കെ വ്യാജമാണ്, കപടമാണ് എന്ന് വരും അടിസ്ഥാനപരമായി ഈ ഇത്തിബാവും ഇതാഅത്തും ഇല്ലെങ്കിൽ. അതുകൊണ്ട് എന്ന് മാത്രമല്ല, അള്ളാഹിനോടും അള്ളാഹിന്റെ റസൂലിനോടുമുള്ള ഇഷ്ടം എന്ന് പറയുന്നത് അവർ നമുക്ക് കാണിച്ചു തന്ന ഒരു മാർഗത്തെ പിൻപറ്റുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന ഒരു സുഖമുണ്ട്. ദുനിയാവിലെ ജീവിതത്തിൽ തന്നെ കിട്ടുന്ന ഒരു മനസ്സമാധാനവും ഒരു സന്തോഷവും ഒരു വിജയവും അള്ളാന്റെ അനുഗ്രഹങ്ങളൊക്കെ ഉണ്ട്. അള്ളാന്റെ സന്മാർഗത്തെ പിൻപറ്റിയാൽ, റസൂലിന്റെ പാത പിൻപറ്റിയാൽ വളരെ ആനന്ദകരമായ, സമാധാനപൂർണമായ, വിജയകരമായ ജീവിതം ഈ ദുനിയാവിൽ നമുക്ക് സാധ്യമാകും. അത് അനുഭവിക്കാൻ കഴിയുമ്പോഴാണ് നമുക്ക് അള്ളാഹിനോടും അള്ളാഹിന്റെ റസൂലിനോടുള്ള സ്നേഹം അതിന്റെ യഥാർത്ഥ അളവിലെത്തുക. അല്ലാത്ത സ്നേഹം നമുക്ക് ഇങ്ങനെ പരാതി പറയാനുള്ള, വേണ്ടത്ര സ്നേഹം ഉണ്ടാകുന്നില്ല, ആ പറയുന്നത്ര സ്നേഹമൊന്നും നമുക്കില്ല എന്ന് വരുന്നത് നമ്മൾ ആ ഇഷ്ടത്തിന് കാരണമാകുന്ന മാർഗം പിൻപറ്റുകയും ആ ഇഷ്ടത്തിന് കാരണമാകുന്ന ജീവിതത്തിലെ അനുഗ്രഹങ്ങൾ നേടിയെടുക്കുന്ന ഒരളവിലേക്ക് വിശുദ്ധ ഖുർആനിനെയും തിരുസുന്നത്തിനെയും പിൻപറ്റി നമ്മൾ എത്തിച്ചേരുകയും ചെയ്തിട്ടില്ല. അതുകൊണ്ട് നമുക്ക് സ്നേഹമുണ്ടെങ്കിൽ അത് പ്രകടിപ്പിക്കാനുള്ള മാർഗം ഖുർആനെയും സുന്നത്തിനെയും അറിയുകയും പഠിക്കുകയും അത് പിൻപറ്റുകയും ചെയ്യുക എന്നതാണ്. നമുക്ക് അള്ളാഹിനോടും അള്ളാഹിന്റെ റസൂലിനോടും സ്നേഹക്കുറവുണ്ടെങ്കിൽ അത് നികത്താനുള്ള മാർഗവും ഖുർആനും സുന്നത്തും പഠിക്കുകയും അത് പിൻപറ്റുകയും ചെയ്യലാണ്. അത് പിൻപറ്റി ജീവിക്കുമ്പോൾ നമുക്ക് നല്ലൊരു ജീവിതം കിട്ടും. ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്നതിനേക്കാൾ സമാധാനവും സ്വസ്ഥതയും സന്തോഷവും ഈ ദുനിയാവിലെ ജീവിതത്തിൽ തന്നെ നമുക്ക് നമ്മുടെ ഈമാൻ കൊണ്ട്, നമ്മുടെ തവക്കുൽ കൊണ്ട്, നമ്മുടെ സ്വബർ കൊണ്ട്, ഇതൊക്കെ ഖുർആൻ പഠിപ്പിക്കുന്ന മൂല്യങ്ങളാണ്, നമ്മുടെ തഖ്വ കൊണ്ട് അതൊക്കെ നേടിയെടുക്കാൻ നമുക്ക് പറ്റും. അങ്ങനെ നേടിയെടുക്കാൻ പറ്റുമ്പോൾ ഇതിനൊക്കെ കാരണക്കാരായ ഈ നല്ല ജീവിതം, ഈ വിജയവും സന്തോഷവും ഒക്കെ അനുഭവിക്കാൻ എനിക്ക് വഴികാട്ടിയ അല്ലാഹുവും റസൂലും നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരായി മാറും. അതാണ് ഹബ്ബുല്ലാഹി വറസൂലു, അല്ലാഹുവിനോടുള്ള സ്നേഹത്തിന്റെയും റസൂലിനോടുള്ള സ്നേഹത്തിന്റെയും ഒക്കെ അടിസ്ഥാനം എന്ന് മനസ്സിലാക്കി
യഥാവിധം അള്ളാനെയും റസൂലിനെയും സ്നേഹിക്കാനും ഇഷ്ടപ്പെടാനും ആ സ്നേഹവും ഇഷ്ടവും വഴി നമ്മുടെ ഈമാനിന് പൂർണ്ണത കൈവരുത്താനും ആ ഈമാൻ കൊണ്ട് ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു നമുക്കായി ഒരുക്കി വെച്ചിട്ടുള്ള ഏറ്റവും മനോഹരമായ ജീവിതം അനുഭവിക്കാനും ആസ്വദിക്കാനും നമുക്ക് ഭാഗ്യമുണ്ടാകട്ടെ. അള്ളാഹുവിന്റെ തുണയും തൗഫീഖും അതിൽ നമുക്കുണ്ടായി തീരുമാറാകട്ടെ. വഅഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. اللهم صل وسلم وبارك على محمد وعلى آله وصحبه وسلم. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. طيب ثراهم واجعل الجنة مأوانا ومأواهم. اللهم أجرنا من النار. اللهم أجرنا ووالدينا من النار. اللهم ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا اغفر لنا ولآبائنا ولأمهاتنا رب ارحمهم كما ربونا صغارا. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم ارحم موتانا وموتى المسلمين واشف مرضانا ومرضى المسلمين. اللهم انصر الإسلام والمسلمين في كل مكان في العالم يا رب العالمين. ربنا افرغ علينا صبرا وثبت أقدامنا وانصرنا على القوم الكافرين. اللهم انصرنا على القوم الظالمين. اللهم انصرنا على الحكام الظالمين. اللهم إنهم طغوا في البلاد فأكثروا فيها الفساد فصب عليهم ربنا سوط عذابك. اللهم أنزل على الظالمين بأسك الذي لا يرد عن القوم المجرمين. اللهم انصر إخواننا في غزة. اللهم انصرهم في غزة. اللهم انصرهم في فلسطين. اللهم انصرهم ولا تنصر عليهم. اللهم انصرهم واهزم أعداءهم أجمعين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا توفنا مسلمين وألحقنا بالصالحين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. فاغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وعلى آله وصحبه أجمعين. الله أكبر الله أكبر.